എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പൊ കടൽ തീരത്തെ തിരമാലകൾ പിന്മാറുമ്പോൾ സാധാരണയായി നമ്മൾ കാണുന്നത് എന്തായിരിക്കും? ചെളി, കൂടാതെ ചെറുകുഴികള്, പിന്നെ ഞണ്ടുകളെ നമ്മൾ കാണും, കൂടാതെ ചിപ്പികള്, പിന്നെ കണ്ടൽ ചെടികൾ, വേരുകൾ എന്നിവയൊക്കെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ ആ ചെളിയിൽ നിന്ന് രണ്ടു കണ്ണുകൾ മാത്രം പുറത്തേക്ക് നോക്കുന്നത് കണ്ടാല് നമ്മൾ പേടിക്കേണ്ട കാര്യമുണ്ടോ? എന്നാൽ ഇതിനെ തൊട്ട് പേടിക്കണ്ട, സൂക്ഷിച്ച് നോക്കണണ്ട. കാരണം അത് ചിലപ്പോൾ ഒരു ഭൂതമായിരിക്കില്ല, ചെളിയിൽ ഒളിച്ചിരിക്കുന്ന ഒരു ചാരനുമായിരിക്കില്ല. കാരണം എന്താ, വെള്ളത്തിൽ നീന്തുകയും കരയിൽ നടക്കുകയും ചെയ്യുന്ന ഒരു അത്ഭുത മത്സ്യമായിരിക്കും ചിലപ്പോൾ. അതിന്റെ പേര് മഡ് സ്കിപ്പർ. സാധാരണ മീനുകൾ വെള്ളത്തിൽ നിന്ന് പുറത്തു വന്നാൽ അധികം സമയം കഴിയുന്നതിന് മുമ്പ് ശ്വാസം മുട്ടിത്തുടങ്ങും. എന്നാൽ ഈ മഡ് സ്കിപ്പറിന്റെ കാര്യത്തിൽ കഥ കുറച്ച് വ്യത്യസ്തമാണ്. കാരണം എന്താണെന്ന് അറിയോ? ഈ മത്സ്യം ദിവസത്തിന്റെ വലിയൊരു ഭാഗം ചെളിത്തീരങ്ങളിലും കണ്ടൽക്കാടുകളിലും ഉപ്പുവെള്ളം കലർന്ന തീരപ്രദേശങ്ങളിലും ചെലവഴിക്കുന്നു. അതുകൊണ്ട് തന്നെ മഡ് സ്കിപ്പറിനെ പ്രകൃതിയിലെ വെള്ളത്തിനും കരയ്ക്കും ഇടയിൽ ജീവിക്കുന്ന ഒരു സാഹസികൻ എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. അപ്പൊ മഡ് സ്കിപ്പർ എന്ന പേര് എന്താണ്? മഡ് സ്കിപ്പർ എന്ന പേര് നമുക്ക് നോക്കാം. മഡ് സ്കിപ്പർ, അതാണ് ഇതിന്റെ പേര്. മഡ് എന്നാൽ എന്താണ്? ചെളി. സ്കിപ്പറോ? ചാടിക്കളിക്കുന്നവൻ. അപ്പൊ അത് വെച്ച് നോക്കുമ്പോഴോ നമുക്ക് അതിനെ മലയാളത്തില് എന്ത് പറയും? ചെളിച്ചാടൻ മത്സ്യം എന്നൊക്കെ നമുക്ക് വിളിക്കാം. നമ്മൾ തമാശക്ക് വിളിക്കുന്നു എന്ന് മാത്രം. അപ്പൊ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവ ചെളിയിലൂടെ ചാടുകയും നടക്കുകയും ശരീരം വലിച്ചു നീട്ടുകയും ചിലപ്പോൾ കണ്ടൽ ചെടികളുടെ താഴ്ന്ന വേരുകളിൽ കയറി പറ്റുകയും ചെയ്യും. മഡ് സ്കിപ്പറുകൾ ഓക്സിഡെർസിഡെ എന്ന കുടുംബത്തിൽ പെടുന്ന ഒരു മത്സ്യം ആണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഏകദേശം 30-ലധികം മഡ് സ്കിപ്പർ ഇനങ്ങളെ ശാസ്ത്രജ്ഞർമാർ കണ്ടതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവ പ്രധാനമായിട്ടും ഇന്ത്യ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, മ്യാൻമാർ, കൂടാതെ തെക്ക് കിഴക്കൻ ഏഷ്യ, കൂടാതെ ഓസ്ട്രേലിയ, ആഫ്രിക്കയുടെ ചില തീരപ്രദേശങ്ങളിലൊക്കെ ആണ് ഇവരെ കണ്ടതായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളൂ. കൂടാതെ കണ്ടൽക്കാടുകൾ, ചെളിക്കായലുകൾ, ഉപ്പുകായലുകൾ, കൂടാതെ വേലിയേറ്റവും വേലിയിറക്കവും മാറി മാറി വരുന്ന ചെളിയുള്ള തീരങ്ങൾ എന്നിവയാണ് ഇവയുടെ ഒരു ഇഷ്ട വാസസ്ഥലം. മറ്റൊരു കാര്യം നമ്മൾ ഒരു തമാശ ആയിട്ട് പറയുകയാണെങ്കിൽ, മറ്റു മീനുകൾ വേലിയിറക്കം കണ്ടാൽ എന്തു പറയും? അയ്യോ, വെള്ളം കുറയുന്നു, ഇനി എന്തു ചെയ്യൂ എന്ന് പരിഭ്രമിച്ച് പേടിച്ചിരിക്കാം മറ്റു മത്സ്യങ്ങളെല്ലാം. എന്നാൽ മഡ് സ്കിപ്പർ അപ്പൊ എന്തു പറയുന്ന, നിങ്ങൾ കടലിലേക്ക് പോയിക്കോളൂ, എനിക്ക് കരയിൽ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളും ഉണ്ട് എന്നായിരിക്കും അവർ പറയും. കാരണം അവർക്ക് ചെളിയും വെള്ളത്തിലും ജീവിക്കാമല്ലോ. കൂടാതെ മഡ് സ്കിപ്പറിന്റെ ശരീരഘടന നോക്കിക്കഴിഞ്ഞാൽ അതിന് കരജീവിതത്തിന് പ്രത്യേകമായിട്ട് അനുയോജ്യമായ ചില കാര്യങ്ങളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവയുടെ നെഞ്ചു ചിറകുകൾ അഥവാ പെക്ടറൽ ഫിനുകൾ സാധാരണ മത്സ്യങ്ങൾ ഇതിനേക്കാൾ ശക്തമാണ്. കൂടാതെ വെള്ളത്തിൽ നീന്തുന്നതിനൊപ്പം കരയിൽ ശരീരം ഉയർത്താനും മുന്നോട്ട് തള്ളാനും ഈ കാര്യം ഇവയുടെ സഹായിക്കുന്നുണ്ട്. അതിനാൽ മഡ് സ്കിപ്പർ ചെളിയിൽ നീങ്ങുമ്പോൾ ഒരു ചെറിയ മത്സ്യം പുഷപ്പ് എടുക്കുന്നത് പോലെയായിരിക്കും നമുക്ക് തോന്നുക. കാരണം ഇവയുടെ പെൽവിക് ഫിനുകൾ തമ്മിൽ ചേർന്ന് ഒരു ചെറിയ ഡിസ്ക് രൂപപ്പെടുത്തുന്നുണ്ട്. നനഞ്ഞ ചെളിയിലും പാറകളിലും ശരീരം ഉറപ്പിച്ചു നിർത്താൻ ഇത് ഇവരെ സഹായിക്കുന്നുണ്ട്. കൂടാതെ ശക്തമായി തിരമാല വന്നാലും പിടിവിടാതെ നിൽക്കാനായിട്ട് ഈ ശരീരഘടന ഇവരെ വളരെയധികം സഹായിക്കുന്നുണ്ട്. കൂടാതെ പ്രകൃതി മഡ് സ്കിപ്പറിന് ഒരു ജോഡി ചിറകുകൾക്കൊപ്പം ആന്റി സ്ലിപ്പ് ചെരുപ്പും നൽകിയിരിക്കുകയാണെന്ന് നമുക്ക് അപ്പൊ തോന്നും. കൂടാതെ മഡ് സ്കിപ്പറിന്റെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷത അതിന്റെ കണ്ണുകളാണ്. കണ്ണുകൾ പ്രത്യേക രീതിയിലുള്ളത്. അതായത് നമുക്ക് ഇപ്പൊ ഈ വീഡിയോ ഫോട്ടോ എല്ലാം നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും, മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കണ്ണുകൾ തലയുടെ മുകളിലേക്ക് ഉയർന്നാണ് സ്ഥിതി ചെയ്യുന്നത്, നമ്മളെ തവളയെ പോലെ ഒക്കെ. അതിനാൽ ശരീരത്തിന്റെ ഭൂരിഭാഗം ഭാഗങ്ങളും ചെളിക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ചുറ്റുപാടുകൾ നിരീക്ഷിക്കാനായിട്ട് ഇവയ്ക്ക് കഴിയും. അത് ഒരു പ്രത്യേക കഴിവാണ് ഇവര്. കൂടാതെ കണ്ണുകൾക്ക് വ്യത്യസ്ത ദിശകളിലേക്ക് നീങ്ങാനും വിശാലമായ കാഴ്ച ലഭിക്കാനും ഇതുകൊണ്ട് സാധിക്കുന്നുണ്ട്. കൂടാതെ ഒരു കണ്ണുകൊണ്ട് ഭക്ഷണം നോക്കുമ്പോൾ മറ്റേ കണ്ണുകൊണ്ട് ശത്രുവിനെ ശ്രദ്ധിക്കാനും ഇവയ്ക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. അപ്പൊ നിങ്ങളിപ്പോ ഓർക്കുന്നുണ്ടോ, മനുഷ്യന് അങ്ങനെ കഴിവ് ഉണ്ടായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. കാരണം ഒരു കണ്ണുകൊണ്ട് നമുക്ക് ജോലി ചെയ്യാം, മറ്റേ കണ്ണുകൊണ്ട് നമ്മളെ മൊബൈൽ നോക്കുകയും ചെയ്യാമായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷെ അപ്പോഴും വേറൊരു കാര്യമുണ്ട്, അങ്ങനെ ചെയ്യുമ്പോൾ മാനേജർ വന്നിട്ട് നമ്മളെ ചെവിക്ക് പിടിക്കും. പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കും. സാധാരണ മത്സ്യങ്ങള് കടലിൽ ഓക്കെ അവർ ജീവിക്കും, അവരുടെ ശരീരഘടന അങ്ങനെയാണ്. അപ്പൊ ഈ മഡ് സ്കിപ്പറിന്
കരയിൽ എങ്ങനെ ശ്വസിക്കാൻ സാധിക്കുന്നു എന്ന് സ്വാഭാവികമായിട്ട് ഇപ്പൊ വീഡിയോ കാണുന്ന എല്ലാവരും ചോദിക്കും. ഇവയ്ക്ക് ഗില്ലുകൾ മാത്രമല്ല, ചർമ്മവും വായ്ക്കുള്ളിലെ ഈർപ്പമുള്ള ഭാഗങ്ങൾ ശ്വസനത്തെ സഹായിക്കുന്നുണ്ട്. ഇവരെ മഡ് സ്കിപ്പറിന്റെ അറകൾക്കുള്ളിൽ കുറച്ച് വെള്ളം ശ്വസിക്കാനാകും. അതിലൂടെ വെള്ളത്തിനുള്ളിലെ ഓക്സിജൻ ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് സമയം കരയിൽ കഴിയാനായിട്ട് ഇവർക്ക് സാധിക്കും. കൂടാതെ ഈർപ്പമുള്ള ചർമ്മത്തിലൂടെ വായുവിൽ നിന്നും ഓക്സിജൻ രക്തത്തിലേക്ക് നേരിട്ട് ആഗിരണം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ വായുടെയും തൊണ്ടയുടെയും ഉള്ളിലെ ഈർപ്പമുള്ള പാളിയും ഓക്സിജൻ സ്വീകരിക്കാനായിട്ട് ഇവരെ സഹായിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ സഹായിക്കുന്നുണ്ടെങ്കിൽ കൂടിയോ അതിനൊരു നിബന്ധന ഉണ്ട്. പ്രകൃതി ഒരു നിബന്ധന വെച്ചില്ല. എന്താണെന്ന് അറിയാം, ശരീരം പൂർണ്ണമായും വരണ്ടു പോയാൽ ഈ സംവിധാനം കാര്യക്ഷമമായി പ്രവർത്തിക്കില്ല. അതിനാലാണ് മഡ് സ്കിപ്പർ ഇടയ്ക്കിടെ ചെളിയിലേക്കോ നനഞ്ഞ ചെളിയിലേക്കോ മടങ്ങുന്നത്. ഒരു ഉദാഹരണം പറയണമെങ്കിൽ നമ്മൾ മനുഷ്യന്മാര് ചൂടുകാലത്ത് ഒരു തണുത്ത വെള്ളത്തിന് വേണ്ടി തേടിപ്പോകൂലേ, അതുപോലെയാണ് ഇവര്. അതായത് ഈർപ്പം തേടിപ്പോകും. പിന്നെ ഇവരുടെ ഭക്ഷണ രീതി നോക്കിക്കഴിഞ്ഞാൽ ഇവർ ചെറുഞണ്ടുകള്, പുഴുക്കള്, കീടങ്ങള്, ചെറിയ ചെമ്മീന് അതൊക്കെയാണ് ഭക്ഷിക്കുന്നു. പക്ഷെ വേറെ ചില ഇനം മഡ് സ്കിപ്പറുകള് ചെളിവെള്ളം വായിലെടുത്തിട്ട് അതിൽ നിന്ന് സൂക്ഷ്മജീവികളും ജൈവകണങ്ങളും വേർതിരിച്ചെടുത്തിട്ട് അതിനെ ഭക്ഷിക്കുന്ന ചില തരം മഡ് സ്കിപ്പറും ഉണ്ട്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇവര് ഒരു തിണ്ണമടക്ക് കാണിക്കുന്ന ആളുകൾ പ്രാദേശിക വികാരം ഉള്ളവരാണ്. പ്രത്യേകിച്ച് ആൺമത്സ്യങ്ങൾ. അതായത് സ്വന്തം പ്രദേശവും കുഴികളും സംരക്ഷിക്കും. മറ്റൊരു ആൺമത്സ്യം അതിർത്തി കടന്നു വന്നാൽ ശരീരം ഇങ്ങനെ ഉയർത്തി വലുതാക്കി നിൽക്കും. കൂടാതെ വായ വലുതായി തുറക്കുക, ചിറകുകൾ വിരിക്കുക, ചാടുക തുടങ്ങിയ പ്രകടനത്തിലൂടെ എതിരാളികളെ ഭയപ്പെടുത്താനായിട്ട് ശ്രമിക്കും. അപ്പൊ കാണാൻ ചെറിയ മത്സ്യമാണെങ്കിലും ആറ്റിറ്റ്യൂഡ് കാര്യത്തിൽ വലിയ ഒരു സിംഹത്തിന്റെ പോലെയുടെ അവന്റെ ഒരു പെരുമാറ്റം. ഇവരുടെ പ്രജനന കാലം നോക്കി കഴിഞ്ഞാലോ മഡ് സ്കിപ്പർ ചെളിയിൽ പ്രത്യേക കുഴികൾ നിർമ്മിക്കുന്നു. ഈ കുഴികൾ ചിലപ്പോൾ വളഞ്ഞ തുരങ്കങ്ങളോടും വായു അറകളോടും കൂടി ഉള്ളതായിരിക്കും. പെൺമത്സ്യത്തെ ആകർഷിക്കാൻ ആൺമത്സ്യം ശരീരം ഉയർത്തുകയും ചാടുകയും ചിറകുകൾ പ്രദർശിപ്പിക്കുകയും ചെയ്യും. അപ്പൊ മത്സ്യലോകത്തിലെ ഒരു ചെറിയ നൃത്ത പരിപാടി ആണെന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിനെ പറയാം. പെൺമത്സ്യം കുഴിക്കുള്ളിൽ മുട്ടയിട്ട ശേഷം അവരുടെ സംരക്ഷണത്തിൽ ആൺമത്സ്യത്തിനും ഒരു പങ്കുണ്ട്. കാരണം ചില ഇനങ്ങളിൽ ആൺമത്സ്യം പുറത്തുനിന്ന് വായു ശേഖരിച്ച് കുഴിക്കുള്ളിലേക്ക് കൊണ്ടുപോവുകയും മുട്ടകൾക്ക് ആവശ്യമായ ഓക്സിജൻ ലഭ്യമാകുകയും ചെയ്യുന്നു. അപ്പൊ സ്വന്തം കുഞ്ഞുങ്ങൾക്കായി ഒരു പോർട്ടബിൾ ഓക്സിജൻ സിലിണ്ടർ കൊണ്ടു നടക്കുന്ന ഒരു അച്ഛനെ പോലെയാണ് ഇത് എന്ന് നമുക്ക് പറയാം. അപ്പൊ മഡ് സ്കിപ്പറുകൾ പരിസ്ഥിതിയിലും വലിയ പങ്കുവഹിക്കുന്നുണ്ട്. ഇവ ചെളിയിൽ കുഴിയെടുക്കുകയും മണ്ണ് ഇളക്കി മറിക്കുകയും ചെയ്യുമ്പോൾ മണ്ണിനുള്ളിലെ വായുസഞ്ചാരം വർദ്ധിക്കുന്നു. ഇവയുടെ കുഴികൾ ചിലപ്പോൾ മറ്റു ജീവികൾക്കും ഒരു അഭയകേന്ദ്രമായി മാറുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴോ ഇവര് വലിപ്പത്തിൽ ചെറുതായെന്നെങ്കിലും പരിസ്ഥിതിയിൽ ഇവർ ചെയ്യുന്ന ജോലി വളരെ വലുതാണ്. എന്നാൽ മലിനീകരണം, പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ അമിതമായ ഒരു ഉപയോഗം, കണ്ടൽക്കാടുകളുടെ ഒരു നശീകരണം, തീരദേശ നിർമ്മാണങ്ങൾ, കാലാവസ്ഥയിൽ സംഭവിക്കുന്ന വ്യതിയാനം, ഇവയെല്ലാം മഡ് സ്കിപ്പറുകൾക്ക് ഇന്നത്തെ കാലത്ത് ഒരു ഭീഷണിയാണ്. കണ്ടൽക്കാടുകളും ചെളിത്തീരങ്ങളും ഇല്ലാതായാൽ ഇവയുടെ ഭക്ഷണ സ്ഥലങ്ങളും കുഴികളും പ്രജനന കേന്ദ്രങ്ങളും നഷ്ടപ്പെടും. മഡ് സ്കിപ്പർ ഒരു ജീവിക്കുന്ന ഫോസിലല്ല, അതുപോലെ നേരിട്ട് കരജീവികളിലേക്കുള്ള ഒരു പരിണാമത്തിന്റെ ഒരു പാലവുമല്ല. എന്നാൽ വെള്ളത്തിനും കരയ്ക്കുമിടയിലെ ജീവിതത്തിന് ജീവികൾ എങ്ങനെ പൊരുത്തപ്പെടുന്നു എന്ന് പഠിക്കാൻ സഹായിക്കുന്ന അത്യന്തം വിലപ്പെട്ട ഒരു മാതൃകയാണ്. ശ്വസനം, ചലനം, കാഴ്ച കൂടാതെ പെരുമാറ്റം എന്നിവയിൽ ഇവ നേടിയ മാറ്റങ്ങൾ പരിണാമത്തിന്റെ അത്ഭുതകരമായ വൈവിധ്യം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ അടുത്ത തവണ നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ് മത്സ്യങ്ങൾ വെള്ളത്തിൽ മാത്രമേ ജീവിക്കൂ എന്ന് പറഞ്ഞാൽ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു പേര് മാത്രം പറയുക, മഡ് സ്കിപ്പർ. കാരണം പ്രകൃതി നമ്മെ വീണ്ടും വീണ്ടും പഠിപ്പിക്കുന്നത് ഒരേ ഒരു സത്യമാണ്. അതായത് അസാധ്യമെന്ന് മനുഷ്യൻ കരുതുന്ന പല കാര്യങ്ങളും പ്രകൃതിക്ക് സാധാരണമാണ്. അപ്പൊ അടുത്ത തവണ ഏതെങ്കിലും കണ്ടൽക്കാടുകളിൽ ചെളിയിൽ നിങ്ങളെ നോക്കി രണ്ട് കണ്ണുകൾ തുറപ്പിച്ച് നോക്കുന്നത് കണ്ടാൽ പേടിച്ചു ഓടിപ്പോകേണ്ട കാര്യമില്ല. അത് പ്രകൃതിയുടെ ചെറിയൊരു അത്ഭുതമായിരിക്കും. വെള്ളത്തിൽ നീന്തുകയും കരയിൽ നടക്കുകയും ചെളിയിൽ വീട് പണിയുകയും കുഞ്ഞുങ്ങൾക്ക് ഓക്സിജൻ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന മഡ് സ്കിപ്പർ നമ്മളെ വലിയൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. അതായത് എന്താണ്, പ്രകൃതിയിൽ അസാധ്യം എന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും ശരിയായ സാഹചര്യത്തിൽ സാധ്യമാകാം. മഡ് സ്കിപ്പർ മീനുകളുടെ കുടുംബത്തിന് ഒരു നാണക്കേടുള്ള ജീവിയല്ല, മറിച്ച് പ്രകൃതിയുടെ സൃഷ്ടികളിൽ അഭിമാനിക്കാവുന്ന ഒരു ചെളിച്ചാടൻ സൂപ്പർ സ്റ്റാർ ആണ് ഇവർ.
മറ്റൊരു കാര്യമുണ്ട്, വെള്ളത്തിലോ കരയിലോ ജീവിക്കാൻ അറിയുന്നവനാണ് യഥാർത്ഥ ചാമ്പ്യൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് മഡ് സ്കിപ്പർ.